എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് അനിക. അനികയാണ് ആദ്യമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഒരാളിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് എനിക്ക് വന്നത് മുഴുവനും എന്നേക്കാളും മുതിർന്നവരാണ്. അവരെ പഠിപ്പിക്കാൻ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. പിന്നെ അവിടെ നിന്ന് വന്നതാണ് കുഞ്ഞുകുട്ടികളുടെ ഇടയിലേക്ക് രേണുകേച്ചി. രേണുകേച്ചിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാണ്. ആള് ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ടാണ് പാട്ടിന് വന്നു തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം വന്നതാണ് ശ്രീദേവേച്ചി. ശ്രീദേവേച്ചി പാട്ടായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. പാട്ടിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ് ആള്. ശ്രീദേവേച്ചി വരുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് സത്യേച്ചിയും വന്നത്. സത്യേച്ചിക്കും ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാടാൻ. പാട്ട് പാടാനും കണ്ണൻ്റെ മുന്നിൽ ഒരു സംഗീതാർച്ചന ചെയ്യാനും വേണ്ടിയിട്ടാണ് സത്യേച്ചി ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായത്. അവിടെ നിന്ന് കുഞ്ഞു കുട്ടികളുടെ ബാച്ചിൽ വന്നതാണ് ആമി എന്ന് പറയുന്ന ഞങ്ങളുടെ അലങ്കൃത. അവളും നല്ലോണം പാടും. അവൾ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് അവളുടെ പപ്പയും വന്നത്. അങ്ങനെ വന്നിട്ടുള്ളതാണ് മനു. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാവാൻ പോവുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗുരുവായൂർ ഞങ്ങളുടെ സംഗീതാർച്ചന നടക്കാൻ പോവുകയാണ്.